പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന UDF സംസ്ഥാന കമ്മിറ്റിയുടെ മലയോര സമരയാത്രയ്ക്ക് എടക്കരയിൽ ഉജ്ജ്വല സ്വീകരണം. മുസ്ലിയാരങ്ങാടിയിൽ നിന്നും തുറന്ന വാഹനത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരിച്ചാനയിച്ചത്. സ്വീകരണ സമ്മേളനം പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗശല്യം തടയുന്നതിൽ നിസ്സംഗമായ നിലപാടാണ് സർക്കാരിനെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാരിന് കഴിയില്ലെങ്കിൽ ഇറങ്ങിപ്പോവുകയാണ് വേണ്ടത്. കഴിഞ്ഞ സർക്കാരുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വന്യമൃഗശല്യത്തിൽ ഇടപെട്ടിരുന്നുവെന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി പ്രശ്നപരിഹാരത്തിന് UDFന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. പരിഹരിക്കാൻ വേണ്ടി നിലമ്പൂർ MLA ആവുമ്പോൾ തീവ്ര പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരുന്ന അൻവറിനെ അങ്ങനെ ഈ വേദിയിൽ മലയോര ജനതയുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ജാഥയിൽ പങ്കെടുക്കാൻ അഭിവാദ്യം ചെയ്യാനെത്തിയ അദ്ദേഹത്തെ ഞാനും അങ്ങനെ വെൽക്കം ചെയ്യാണ്. പ്രതിപക്ഷ നേതാവ് ഇന്ന് പത്രസമ്മേളനത്തിൽ ഈ കാര്യം പറഞ്ഞു. മലയോര ജനതയുടെ പ്രശ്നം അത് വേറെ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്നത് വളരെ സങ്കടകരമായ അവസ്ഥ കുടുംബത്തിലുള്ളവരാണ്. വന്യ മൃഗങ്ങളുടെ ആക്രമത്തിലും അതുപോലെ തന്നെ കടിച്ചു കീറി കൊന്നവരുമൊക്കെ ഇന്ന് കേരളത്തിൽ അവരുടെ അതുപോലെയുള്ള 2 കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. അവരെ മുമ്പിലാണ് നമ്മൾ മലയോര ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഐക്യജനാധിപത്യ മുന്നണി അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ജാഥ നടത്തുന്നത്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഞങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങൾ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും എന്ന് മലയോര ജനതയ്ക്ക്, ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വെറുതെ ഒരു വിഷയവും ഞങ്ങൾ പറയാറില്ല. കേരളത്തിലെ ജനങ്ങളുടെ ബേണിംഗ് ഇഷ്യൂസാണ്. വനാതിർത്തിയിൽ വേലി നിർമ്മിക്കാൻ പണമില്ലെന്നത് സർക്കാർ കെടുകാര്യസ്ഥത കൊണ്ടുണ്ടായതാണ്. ഈ ഭരണം തീരുമ്പോൾ നാട് പ്രാകൃത യുഗത്തിലേക്ക് നീങ്ങും. ജനങ്ങൾക്കിടയിൽ കത്തിനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് UDFന്റെ പക്കൽ വ്യക്തമായ പരിഹാരമുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് ബദൽ നിർദ്ദേശിക്കുകയാണ് ജാഥയുടെ ലക്ഷ്യമെന്ന് ജാഥ ലീഡർ VD സതീശൻ പറഞ്ഞു. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് UDFന്റെ ജാഥ നടക്കുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മലയോരത്തെ ജനങ്ങളെ രക്ഷിക്കുക, കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരം കണ്ടെത്തുക, ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയവയാണ് ജാഥയുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ. മുൻ MLA PV അൻവർ സൗഹാർദ്ദ പ്രതിനിധിയായി ജാഥയുടെ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. CH ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ MM ഹസൻ, CMP സെക്രട്ടറി CP ജോൺ, RSP നേതാവ് ഷിബു ബേബി ജോൺ, കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ, PK ബഷീർ MLA, JSI സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ ബാബു, ഷാഫി പറമ്പിൽ MP, മോൻസ് ജോസഫ് MLA, ഷാനിമോൾ ഉസ്മാൻ, UA ലത്തീഫ് MLA, VS ജോയി, AP അനിൽകുമാർ MLA, ഇസ്മായിൽ മൂത്തേടം, ആര്യടൻ ഷൗക്കത്ത്, NA കരീം, KP ജൽസീമിയ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ് എടക്കര.